Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിൻ്റെ വർക്ക് എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്ററിലെ 4ാമത്തെ വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് വർക്ക് എനർജി അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമുക്കൊരു ന്യൂമറിക്കൽ വെച്ച് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. In a ballistics demonstration, a police officer fires a bullet of mass 50 gram with the speed 200 meter per second on soft plywood of thickness 2 centimeter. The bullet emerges with only 10% of its initial kinetic energy. What is the emergent speed of the bullet? അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? അതായത് ബുള്ളറ്റിൻ്റെ മാസ് 50 ഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഫയർ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് 200 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഒരു സോഫ്റ്റ് പ്ലൈവുഡിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അപ്പോൾ ആ സോഫ്റ്റ് പ്ലൈവുഡിൻ്റെ തിക്നെസ് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ്. ഇനി പ്ലൈവുഡിലൂടെ കടന്നു പോയതിന് ശേഷം അതായത് അതിൻ്റെ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ഇനീഷ്യൽ കൈനറ്റിക് എനർജിയുടെ 10% മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് എന്ത് ചെയ്യും? അത് ബുള്ളറ്റ് അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും അല്ലേ? അപ്പോൾ അതിനെ തുളച്ച് കയറി പോകുന്ന സമയത്ത് അതിൻ്റെ കൈനറ്റിക് എനർജിക്ക് മാറ്റം വരും. അതായത് വെലോസിറ്റി കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയുടെ 10% മാത്രമാണ് ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാനുള്ളത് വാട്ട് ഈസ് ദ എമർജൻറ്റ് സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ് എന്നുള്ളതാണ്. അതായത് എമേർജ് ചെയ്യുന്ന ബുള്ളറ്റിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള ഡാറ്റ ഒന്ന് എഴുതാം. അപ്പോൾ ഗിവൺ ഡാറ്റയിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്? മാസ് എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 50 ഗ്രാം ആണ് അല്ലേ? അപ്പോൾ അതിന് 0.05 കിലോഗ്രാം എന്ന് എഴുതാം. ഇനി അതുപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 200 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി എത്ര കാണാം? നമുക്ക് അതായത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി തന്നിട്ടില്ല, ഇനീഷ്യൽ വെലോസിറ്റി മാത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെ എഴുതാം? 12mv² എന്ന് എഴുതാമല്ലോ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദ കൈനറ്റിക് എനർജി ഓഫ് ദ ബുള്ളറ്റ് അതായത് 12mv² ആണ്, ഓർ mv²/2 ആണ്. അതിലെന്തൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? മാസ് m ആണ്, അതായത് 0.05 കിലോഗ്രാം ആണ്. ഇൻറ്റു v² എന്ന് പറയുമ്പോൾ എത്രയാണ്? 200ൻ്റെ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 2 വരും. അപ്പോൾ കിട്ടും, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. അതായത് 12 ഇൻറ്റു 0.05 ഇൻറ്റു 200 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ 12 ഇൻറ്റു 0.05 ഇൻറ്റു 40,000 അല്ലേ കിട്ടാം? ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? അത് 2ഉം 40,000 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 20,000 ഇൻറ്റു 0.05 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എത്ര കിട്ടുക? 1000 ജൂളാണ്. അപ്പോൾ അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് mv²/2 എന്ന് പറയുന്നത് 1000 ജൂളാണ്. അതായത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി 1000 ജൂളാണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഫൈനൽ കൈനറ്റിക് എനർജി എങ്ങനെ കാണാം? ഫൈനൽ കൈനറ്റിക് എനർജി ഇനീഷ്യൽ കൈനറ്റിക് എനർജിയുടെ എത്ര പെർസെൻറ്റേജ് ആണ്? 10% ആണ്. അപ്പോൾ എങ്ങനെ കാണാം? 1000 ഇൻറ്റു 0.1 കാണാം. അതായത് 10% എന്ന് പറയുമ്പോൾ എന്തായി? 10/100 ആണ് അല്ലേ? സോ ദാറ്റ് വിൽ ബി 0.1 ഇൻറ്റു ഇനീഷ്യൽ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് 1000. സോ 0.1 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ജൂളാണ്. അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഫൈനൽ കൈനറ്റിക് എനർജിയും കിട്ടിയിട്ടുണ്ട്. അത് എത്രയൊക്കെയാണ് വാല്യൂസ്? ഫൈനൽ കൈനറ്റിക് എനർജി 100 ജൂളാണ്, ഇനീഷ്യൽ കൈനറ്റിക് എനർജി 1000 ജൂളാണ്. ഇനി നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? എമേർജ് ചെയ്യുന്ന ബുള്ളറ്റിൻ്റെ സ്പീഡ് അതായത് ഫൈനൽ വെലോസിറ്റിയാണ് ഇവിടെ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കാണാൻ പറ്റുക? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളതിനൊന്ന് ഇക്വേറ്റ് ചെയ്യാം അല്ലേ? അതായത് ഫൈനൽ കൈനറ്റിക് എനർജി കാണണമെന്നുണ്ടെങ്കിൽ 12mvf² കണ്ടാൽ പോരെ? അതിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് vf² അല്ലേ കാണേണ്ടത്. അപ്പോൾ 12mvf² വിൽ ബി ഈക്വൽ ടു 100 ജൂൾ എന്ന് എഴുതാമല്ലോ. ഓക്കെ, 100 ജൂൾ എന്ന് എഴുതാം. ഇനി അതിൽ vf² അല്ലേ കാണുക? vf² എന്തിന് ഈക്വൽ ആയിരിക്കും? 2 ഇൻറ്റു 100/m ഈക്വൽ ആണ് അല്ലേ? ഇനി വാല്യൂസ് അതായത് vf ആവുമ്പോൾ √2 ഇൻറ്റു 100/m എന്ന് കിട്ടും. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ എന്താ കിട്ടുക? vf ഇസ് ഈക്വൽ ടു √2 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 0.05 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. √2 ഇൻറ്റു 100/0.05 എന്ന് പറഞ്ഞാൽ എത്രയാണ്? യെസ്, ദാറ്റ് ഈസ് 63.2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അതായിരിക്കും ഫൈനൽ
വെലോസിറ്റി, അതായത് എമേർജ് ചെയ്യുന്ന ബുള്ളറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 63.2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വർക്ക് എനർജി തിയറം. അതായത് വർക്ക് എനർജി തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് സാധാരണ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. എന്താണ് വർക്ക് എനർജി തിയറം? ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാവുന്നൊരു കാര്യമാണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. അതിനെയാണ് വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്. അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ദാറ്റ് വിൽ ബി ഈക്വൽ ടു വർക്ക് ഡൺ. അതായത് KF മൈനസ് KI ഇസ് ഈക്വൽ ടു W. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഈസ് ദ വർക്ക് എനർജി തിയറം. ഇനി പ്രൂഫ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ 2 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് V² മൈനസ് U² ഇസ് ഈക്വൽ ടു 2AS എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കാം. അതായത് ഒരു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനിലെ കേസിലുണ്ടാവുന്ന ഇക്വേഷനാണ് അത്. V² മൈനസ് U² ഇസ് ഈക്വൽ ടു 2AS. ഇനി ചെയ്യേണ്ടത് അതിൻ്റെ 2 സൈഡും, അതായത് LHSഉം RHSഉം ഹാഫ് M കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതെന്താണെങ്കിൽ നമ്മളടുത്ത് ഓൾറെഡി V² ഉണ്ട്. അപ്പോൾ ഹാഫ് M മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായി, ഹാഫ് MV² കിട്ടും. അതായത് കൈനറ്റിക് എനർജിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹാഫ് M കൊണ്ട് 2 സൈഡും LHSഉം RHSഉം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക, ഹാഫ് MV² മൈനസ് ഹാഫ് MU² ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2AS എന്നാണ് വരിക. ഹാഫ് M ഇൻറ്റു 2AS എന്നാണ് വരിക. അതിൽ 2 ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി വരുന്നത് എന്താണ്, MA ഇൻറ്റു S എന്നുള്ളതാണ് കിട്ടുക അല്ലേ. MA എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്, ഫോഴ്സാണ്. സോ F ഇൻറ്റു S എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം, ഹാഫ് MV² എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി അല്ലേ, അതായത് KF എന്ന് എഴുതാം. ദെൻ മൈനസ് ഹാഫ് MU², അതെന്തിന് ഈക്വലാണ്, ഇനീഷ്യൽ കൈനറ്റിക് എനർജിക്ക് ഈക്വലാണ്. അപ്പോൾ എങ്ങനെ എഴുതാം, കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കിട്ടുന്നത്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്ക് ഡൺ അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു W. അപ്പോൾ എങ്ങനെ എഴുതാം, ഫൈനൽ ഇക്വേഷൻ KF മൈനസ് KI ഇസ് ഈക്വൽ ടു W ഓർ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ. അതാണ് വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ. അപ്പോൾ അത്രയും ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, സ്റ്റേറ്റ് ഹുക്സ് ലോ ഫോർ എ സ്പ്രിങ്. എങ്ങനെയാണ് നമുക്ക് ഹുക്സ് ലോ സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ സ്പ്രിങ്ങിൻ്റെ കേസിൽ അവിടെ ഉണ്ടാകുന്ന സ്പ്രിങ് ഫോഴ്സ് ദാറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബ്ലോക്ക് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ ദ സ്പ്രിങ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് അവിടെ ഉണ്ടാകുന്ന ഒരു സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അതിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. മാത്രമല്ല അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ റീസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പ്രിങ്ങിനെ ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അതിലൊരു ഓപ്പോസിറ്റ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ. നമ്മൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ, അതായത് അതിനെ സ്പ്രിങ്ങിനെ താഴത്തേക്ക് വലിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, മുകളിലേക്കൊരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. അത് തിരിച്ച് എന്ത് ചെയ്യും, പഴയ പൊസിഷനിലേക്ക് തന്നെ പോകും. അപ്പോൾ ആ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലാണ്, അവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണലാണ്. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ഹുക്സ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം, ഫോർ എൻ ഐഡിയൽ സ്പ്രിങ് ദ സ്പ്രിങ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് X of the block from the equilibrium position. ഓക്കെ, അതായത് F is equal to മൈനസ് KX എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അത് ഓർത്തിരിക്കുക. അവിടെ K എന്ന് പറയുന്നത് സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ യൂണിറ്റ്, ന്യൂട്ടൺ പെർ മീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ്. K എന്ന് പറയുന്നത് സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഡെറിവേഷനാണ്. അതായത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഡയഗ്രാം കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. അതായത് ഒരു സ്പ്രിങ്, അതായത് ഒരു മാസ്ലെസ് സ്പ്രിങ് ആണ്. അതിനെ നമ്മളൊരു റിജിഡ് സപ്പോർട്ടിലാണ് വെച്ചിട്ടുള്ളത് ഒരു എൻഡ്. അതുപോലെ തന്നെ അടുത്ത എൻഡിൽ ഒരു ബോഡി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതൊരു ഫ്രിക്ഷൻലെസ് സർഫസിൽ മൂവ് ചെയ്യാണ്. അപ്പോൾ ആദ്യം ഈ സ്പ്രിങ്ങിനെ നമ്മളൊന്ന് ഇലോങ്ങേറ്റ് ചെയ്തു, അതായത് നമ്മളൊന്ന് വലിച്ച് വിട്ട് കഴിയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക, ആദ്യം അവിടെ എക്സ് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ഉണ്ടാവണില്ല. അപ്പോൾ എക്സ് 0 ആണ്. ഇനി അതിനെ നമ്മൾ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ, അതായത് താഴത്തേക്ക് വലിച്ചു വിടുമ്പോൾ എന്തുണ്ടാവും, അവിടുത്തെ എക്സ് എന്ന് പറയുന്നതിന് മാറ്റം വരും അല്ലേ. അതായത് DX എന്ന് പറയുന്ന ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, പൊസിഷന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇനി
അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഫോർ ദ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് കാണേണ്ടത്. അതായത് നമ്മളിത് വലിച്ചു വിടുമ്പോൾ നമ്മളവിടെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, ആ വർക്ക് എത്രയാണെന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അവിടുത്തെ ചെറിയ വർക്ക് ആയതുകൊണ്ട് നമുക്ക് ആദ്യം DW എന്ന് എടുക്കാം. അപ്പോൾ അതിന് വർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണാം? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ. അപ്പോൾ DW=F×dx ഈക്വൽ ആയിരിക്കും. ഇനി ടോട്ടൽ വർക്ക് കാണണമെന്നുണ്ടെങ്കിൽ, അതായത് വർക്ക് ഡൺ ബൈ ദ സ്പ്രിംഗ് ഫോഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്പാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. W=0 to x F/dx എന്ന് പറഞ്ഞാൽ 0 മുതൽ x വരെ അത് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ അവിടെ, അതായത് ഡിസ്പ്ലേസ് ചെയ്യാൻ അത് ചെയ്ത വർക്ക് ഡൺ ആണ് കാണുന്നത്. സ്പ്രിങ് ചെയ്യുന്ന വർക്ക് ഡൺ ആണ്, അതായത് F×dx ആണ് കാണാൻ പോകുന്നത്. ഇനി ഒരു സ്പ്രിങ്ങിൻ്റെ കേസിൽ സ്പ്രിംഗ് ഫോഴ്സ് കാണാനുള്ള ഒരു എക്സ്പ്രഷൻ നമുക്ക് നേരത്തെ ഡിറൈവ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു സ്പ്രിംഗ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ? F=−kx ആണ്. അപ്പോൾ അതൊന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? W=−0 to x kx dx എന്ന് വരും. അതായത് F=−kx എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ -0 to x kx dx ആണ് കിട്ടുന്നത് അല്ലേ? ഇനി അതിനൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുക്കാം. ഏതാണ് കോൺസ്റ്റൻറ്റ്? K കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ -k ഇൻറ്റു എന്ത് വരും? x dx ആണ് ചെയ്യേണ്ടത്. x dx എന്ന് പറഞ്ഞാൽ എത്രയാണ്? x²/2 ആണ്. അപ്പോൾ -12 kx² എന്ന് കിട്ടും അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യണം. അതിവിടെ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അതെന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് എത്രയാണ്? x ആണ്, ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? അതായത് W=k ഇൻറ്റു x²/2 -0²/2 എന്നാണല്ലേ വരിക. ഓക്കെ, അപ്പോൾ അവിടെ എന്തെന്നെ കിട്ടുക? x²/2 തന്നെ വരിക. k ഇൻറ്റു x²/2 എന്ന് തന്നെ വരും. അതായത് W=12 kx² ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്. വളരെ കുറച്ച് സ്റ്റെപ്സിലാണ് ഡെറിവേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ W=12 kx² എന്ന് പറയും. അപ്പോൾ ഇത്രയും വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ വർക്ക് ഡണ്ണിന് എന്തായിട്ട് പറയാം? പൊട്ടൻഷ്യൽ എനർജി 12 kx² എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. അതായത് അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഒന്നും കൂടെ ജസ്റ്റ് പറയാം. അതായത് ഒരു ഫ്രിക്ഷൻലെസ് സപ്പോർട്ടിൽ, അതായത് ഒരു സ്പ്രിങ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്പ്രിങ്ങിൻ്റെ ഇനീഷ്യലി ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്, x 0 ആണ്. അതിനെ ഒരു ബോഡിയിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മളൊന്ന് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ, അതായത് നമ്മളൊന്ന് പിടിച്ച് വലിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വലിക്കുന്ന സമയത്ത് നമ്മളൊരു വർക്ക് ചെയ്യണില്ലേ? അപ്പോൾ ആ വർക്ക് ആയിരിക്കും ഈ സ്പ്രിങ്ങിനകത്ത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ആ വർക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വർക്ക് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് 0 മുതൽ x വരെ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി അത് സ്പ്രിങ് ചെയ്ത വർക്കാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ (0 to x F/dx എന്ന് കൊടുക്കാം. എഫിന് പകരം -kx എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യാം? -0 to x kx dx എന്ന് കിട്ടി. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x മാത്രമാണ് അവിടെ വേരിയബിൾ. അപ്പോൾ x dx എന്ന് പറഞ്ഞാൽ x²/2 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? -12 kx² എന്ന് എഴുതാം അല്ലേ? ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ അത് തന്നെയല്ലേ കിട്ടുന്നത്? അതായത് അപ്പർ ലിമിറ്റ് പറഞ്ഞാൽ x. അപ്പോൾ എന്ത് വരും? k ഇൻറ്റു x²/2 മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. സോ 0²/2 അല്ലേ കിട്ടുക? സോ k ഇൻറ്റു x²/2 തന്നെയാണ് കിട്ടുന്നത്. അതായത് 12 kx² ആണ്. അപ്പോൾ ഈ വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത്. അതായത് സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 12 kx² ആണ്. അപ്പോൾ അതാണ് സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള എക്സ്പ്രഷൻ. വളരെ ഈസി ആയിട്ടുള്ളൊരു ഡെറിവേഷനാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡ്രോ ദ ഗ്രാഫിക്കൽ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ട പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് എ സ്പ്രിങ്ങിൻ്റെ ഗ്രാഫിക്കൽ വേരിയേഷനാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ x ആക്സിസിൽ എടുത്തിട്ടുള്ളത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, y ആക്സിസിൽ എനർജിയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടുത്തെ ഗ്രാഫുകൾ നമുക്ക് കാണാൻ പറ്റും. u എന്ന് എഴുതിയതും അതുപോലെ തന്നെ ഒരു ഇൻവേർട്ടഡ് u ആണ് കാണുന്നത് അല്ലേ? അപ്പോൾ അതിൽ നോക്കി നോക്കൂ. ഫസ്റ്റ് നമ്മൾ k എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയും v പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത്. അപ്പോൾ ആദ്യം കൈനറ്റിക് എനർജിയുടെ ടേം ഒന്ന് നോക്കാം. എങ്ങനെയാണ് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് വരുന്നത് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ -x അതുപോലെ തന്നെ +x എന്ന് പറയുന്ന രണ്ട് എക്സ്ട്രീം പൊസിഷനുകളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്പ്രിങ്ങിനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോൾ അത് റെസ്റ്റിലായും വരും അല്ലേ?
അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മാക്സിമമാണ്. അപ്പോൾ അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ എന്തായിരിക്കും വരുന്നത്, മാക്സിമം ഓസിലേഷൻ ഉണ്ടാവും, മൂവ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ 2 എക്സ്ട്രീം എൻഡ്സിൽ എത്തുന്ന സമയത്ത് അവ എന്തായിരിക്കും, റെസ്റ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ കേസിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണ്, മിനിമാണ്. അതായത് 2 എക്സ്ട്രീം പൊസിഷനുകളിൽ കൈനറ്റിക് എനർജി മിനിമമായിരിക്കും, മാക്സിമം കിട്ടുന്നത് സെൻറ്റർ പോയിന്റിലാണ്. എന്നാൽ വി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഡയഗ്രം നോക്കിക്കോളൂ, നേരെ ഓപ്പോസിറ്റാണ് വരിക അല്ലേ. ഹൈറ്റ് കൂടുന്തോറും എന്ത് ചെയ്യും, പൊട്ടൻഷ്യൽ എനർജി കൂടും. അതാണ് 2 എക്സ്ട്രീം പൊസിഷനുകളിൽ എന്തായിരിക്കും വരുന്നത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ മാക്സിമം ആയിരിക്കും. അതിൻ്റെ സെൻറ്റർ പോർഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഹൈറ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി മിനിമമാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്, അതായത് ഒരു യു അതുപോലെ തന്നെ ഒരു യുവിനെ ഇൻവേർട്ടഡ് ആക്കിയിട്ട് എഴുതാം. അപ്പോൾ അതാണ് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഗ്രാഫുകൾ. എൻ്റെ മുകളിൽ കാണിച്ചിട്ടുള്ളത് ടോട്ടൽ എനർജിയാണ്, അതായത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഗ്രാഫ് ഒന്ന് വരയ്ക്കാൻ പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീൻസ് മാസ് എനർജി റിലേഷൻ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. E=mc² എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് അല്ലേ. ഐൻസ്റ്റീൻ്റെ മാസും എനർജിയും തമ്മിലുള്ള റിലേഷൻ, അതായത് E=mc² ആണ്. ഇനി അത് വെച്ചുകൊണ്ടൊരു ന്യൂമറിക്കലാണ്. ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് എനർജി അസോസിയേറ്റഡ് വിത്ത് 1 കിലോഗ്രാം ഓഫ് മാറ്റർ. അതായത് 1 കിലോഗ്രാമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്, എമൗണ്ട് ഓഫ് എനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ കാണാം, E=mc² ആണ്. M എന്ന് പറയുന്നത് 1 ആണ്. C എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി ഓഫ് ലൈറ്റ്, അതായത് 3 × 10⁸ ആണ്. So E will be equal to 1 into 3 × 10⁸ the whole square എന്നാണ് കിട്ടുക. So that will be equal to 9 × 10⁻16 ജൂൾ. ഓക്കെ, അതായത് E=mc² എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചുകൊണ്ട് ടോട്ടൽ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ C എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, 3 × 10⁸ ആണ് വരുന്നത്. C² ആണ് ഇവിടെ കണ്ടിട്ടുള്ളത്. സോ 1 × 3 × 10⁸ the whole square എന്ന് എഴുതി. 9 × 10⁻16 ജൂളാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. സോ hope it is clear to you. Now we can conclude the video. If you like the video, please like, share and subscribe. Thanks for watching.